ഹായ് എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചാണ്. PSC പരീക്ഷകളിൽ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലേ ആമുഖം. അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമ്മൾ നേരിട്ട് വീഡിയോയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യൻ ഭരണഘടന ആമുഖത്തെ പറ്റിയാണ് നമ്മളിത് പറയുമ്പോൾ തന്നെ നമ്മൾ കുറച്ചൊന്ന് PSCയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ആദ്യം തന്നെ കുറച്ച് പേരുടെ ഒരു കോട്ടൊക്കെ പറഞ്ഞാണ് നമ്മൾ തുടങ്ങുന്നത്. ആദ്യത്തെ തന്നെ ആമുഖം ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണെന്ന് പറഞ്ഞത് ആരാണ്? ആമുഖം, അതായത് നമ്മുടെ പ്രിയാമ്പിൾ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണെന്ന് പറഞ്ഞത് ആരാണ്? എൻ.എ. പൽക്കിവാലയാണ് പറഞ്ഞത്. ആമുഖം ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണെന്ന് പറഞ്ഞത് എൻ.എ. പൽക്കിവാലയാണ്. നമ്മൾ വിശദമായിട്ട് പറയും കുറച്ച് താഴെ. ആമുഖം ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം, പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് പറഞ്ഞ ആരാണ്? K.M. മുൻഷിയാണ്. അതുപോലെ തന്നെ ആമുഖം ഭരണഘടനയുടെ ആത്മാവാണ്, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണെന്ന് പറഞ്ഞ ആരാണ്? താക്കൂർദാസ് ഭാർഗവിയാണ്. ഇതാണ് ആമുഖത്തെ പറ്റി. തുടങ്ങുമ്പോൾ നമുക്കൊരു 3 പേരുടെ ഒരു വചനങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചല്ലേ, 3 പേരുടെ വചനങ്ങൾ പഠിച്ചു. അപ്പോൾ ഇവർ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഭരണഘടനയിൽ ഭയങ്കര പ്രാധാന്യം ഉണ്ടല്ലേ ആമുഖത്തെ പറ്റി. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം എന്താണ് ഈ ആമുഖം എന്നായിരിക്കും അല്ലേ. നിങ്ങൾക്കറിയാം, എന്നാലും ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ എന്താണ് ആമുഖം എന്നുള്ളതാണല്ലേ. നമ്മളത് പറയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ഈ പ്രിയാമ്പിൾ എന്നത് ഭരണഘടനയുടെ ആത്മാവും അടിത്തറയും സത്തയുമാണ്. അതായത് നമ്മുടെ രാജ്യം പിന്തുടരുന്ന ചില മൂല്യങ്ങളെ പറ്റി, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം പിന്തുടരുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അടിസ്ഥാന വിവരമടങ്ങിയ ഒരു ഭരണഘടനയുടെ ആത്മാവും അടിത്തറയും സത്തയുമാണ് നമ്മുടെ ആമുഖം എന്ന് പറയുന്നത്. ഭരണഘടന എന്തിനു വേണ്ടി, ആരാണ് നിർമ്മിച്ചത്, അതുപോലെ തന്നെ ആരാണ് നിർമ്മിച്ചത്, എന്തൊക്കെ ലക്ഷ്യങ്ങളാണെന്ന് വ്യക്തമാക്കുന്ന ഭാഗമാണ് ആമുഖം. ഇതൊരു പുസ്തകത്തിൻ്റെ മുഖവര പോലെയാണ്. ഭരണഘടനയെ വ്യാഖ്യാനിക്കുമ്പോൾ സംശയം തോന്നിയാൽ ആമുഖത്തെ ആശ്രയിക്കാമെന്ന് സുപ്രീം കോടതി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത് അത്രയും പ്രധാനമുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ആമുഖം എന്ന് പറയുന്നത്. ആമുഖത്തെ പറ്റി ഇനിയും കുറച്ച് നിയമവിദഗ്ധന്മാർ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് പറഞ്ഞ ഒരാളാണ് ഏർണസ്റ്റ് ബാർക്കർ പറഞ്ഞ എന്താണ്? കീ നോട്ട് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ.എ. പൽക്കിവാല ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് എൻ.എ. പൽക്കിവാലയാണ്. K.M. മുൻഷി രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. K.M. മുൻഷി രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞിട്ടുണ്ട്. താക്കൂർദാസ് ഭാർഗവ് എന്താണ് പറഞ്ഞത്? ഹൃദയവും ആത്മാവും, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും. ഭരണഘടനയുടെ രത്നം, ആമുഖം ഭരണഘടനയുടെ രത്നം, ഭരണഘടനയുടെ മനസാക്ഷി, ആത്മാവും താക്കോലും എന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവാണ്. ഭരണഘടനയുടെ ആത്മാവാണ് ഇന്ത്യയുടെ ആമുഖം, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം എന്ന് പറഞ്ഞ ആരാണ്? ഹിദായത്തുള്ളിയാണ്. ഇനി ആമുഖവുമായി ബന്ധപ്പെട്ട് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് നമ്മളിവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. അതായത് ഭരണഘടനയുടെ ഭാഗമാണോ ആമുഖം എന്നുള്ളതാണ്. അതെ, ഭരണഘടനയുടെ ഭാഗമാണ്. പല കേസുകളിലും, പ്രത്യേകിച്ച് LIC 1995 കേസിലൊക്കെ സുപ്രീം കോടതി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഭരണഘടനയുടെ ഇൻറ്റഗ്രൽ പാർട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നീതിന്യായ പരിശോധനയ്ക്ക് വിധേയമാണോ, ജസ്റ്റിസബിൾ ആണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അല്ല കേട്ടോ, നോൺ ജസ്റ്റിസബിൾ ആണ്. കോടതിയിൽ നേരിട്ട് ഹർജി കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ മൗലികാവകാശങ്ങൾ പോലെ ജസ്റ്റിസബിൾ അല്ല, നോൺ ജസ്റ്റിസബിൾ ആണ്. എന്ന് വെച്ചതിൻ്റെ പ്രാധാന്യം കുറയുന്നൊന്നുമില്ല കേട്ടോ. ഭേദഗതി ചെയ്യാൻ കഴിയുമോ? പറ്റും, ഭേദഗതിയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ അടിസ്ഥാന ഘടനയ്ക്ക് വിധേയമായി ഭേദഗതി ചെയ്യാം. അടിസ്ഥാന ഘടനയെ മാറ്റിക്കൊണ്ടൊരു ഭേദഗതി ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ 1973 കേശവാനന്ദ ഭാരതി കേസിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കടം കൊണ്ടത് എവിടെ നിന്നാണ്? അമേരിക്ക. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബോറൗഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണല്ലേ. ബോറൗഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ മുഴുവനായി കടമെടുത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അർത്ഥമില്ല കേട്ടോ.
പല പല രാജ്യങ്ങളിലായി പല പല കാര്യങ്ങൾ അതിൻ്റെ ഒരു ആശയം കടമെടുത്തു എന്നുള്ളതാണ്. പൂർണ്ണമായും അതൊരു കോപ്പിയടിയോ അല്ലെങ്കിൽ മറ്റു രാജ്യത്തിൻ്റെയോ അങ്ങനെയല്ല. നമ്മുടെ പലരും അതിൽ സംഭാവന ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു ആശയം എടുത്തു എന്നുള്ളത് മാത്രമേ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നമ്മൾ പറയേണ്ടതുള്ളൂ. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മുടെ ആമുഖം കടമെടുത്തിട്ടുള്ളത്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഇനി ഇതിൻ്റെ കരട് ആരുടെ തയ്യാറാക്കി? ഇതിൻ്റെ കരട് ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയമില്ലേ, ഒബ്ജക്റ്റീവ് റിസൊല്യൂഷൻ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ ആമുഖവും വന്നിട്ടുള്ളത്. ഒബ്ജക്റ്റീവ് റിസൊല്യൂഷൻ അതിൻ്റെ കരട് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയമാണ്. ഇനി നമുക്ക് നമ്മുടെ പൂർണ്ണമായ ആമുഖം, നമ്മുടെ ഫുൾ പ്രിയാമ്പിൾ ഒന്ന് നോക്കാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity. അങ്ങനെ പറഞ്ഞ് നമ്മുടെ അവസാനം in our constituent assembly this 26th day of November 1949 do hereby adopt and give to ourselves this constitution. ഇതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം കേട്ടോ. ആ പേജിൽ പറയുന്ന കാര്യം ഇതാണ്. മലയാളത്തിൽ താഴെയുണ്ട്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് തുടങ്ങുന്നത് താഴെ തന്നെയുണ്ട്. ഇതാണ് നമ്മുടെ ആമുഖം. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം 1946 ഡിസംബർ 9 നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം നടന്നല്ലേ, ഡിസംബർ 9 1946. താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. പിന്നീട് ഡിസംബർ 11 തന്നെ നമുക്കൊരു സ്ഥിരം അധ്യക്ഷൻ വന്നു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ. ഡിസംബർ 13 നമ്മുടെ 1946 ഡിസംബർ 13 ഞാൻ നേരത്തെ പറഞ്ഞ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് റിസൊല്യൂഷൻ അവതരിപ്പിച്ചു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒബ്ജക്റ്റീവ് റിസൊല്യൂഷൻ അവതരിപ്പിച്ചു. ഇതാണ് ആമുഖത്തിൻ്റെ കരട്. അതിൽ ഇന്ത്യയെ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇന്ത്യയെ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിരുന്നു. നെഹ്റു പറഞ്ഞു ഇന്ത്യ സ്വതന്ത്രമായ പരമാധികാര റിപ്പബ്ലിക് ആയിരിക്കും എന്നുള്ളത്. ഒബ്ജക്റ്റീവ് റിസൊല്യൂഷൻ അംഗീകരിച്ചെന്ന് അറിയോ? 1947 ജനുവരി 22 1946 ഡിസംബർ 13 ഇതെന്ത് ചെയ്തത്? അവതരിപ്പിച്ചത്. അംഗീകരിച്ചതോ തൊട്ടടുത്ത വർഷത്തെ ആദ്യത്തെ മാസം തന്നെ 1947 ജനുവരി 22 ഇത് അംഗീകരിച്ചു. അതാണ് നമ്മൾ വായിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ ഏകകണ്ഠമായി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അംഗീകരിച്ചു. ഇതിൽ പറഞ്ഞിരുന്ന ആശയങ്ങളാണ് പിന്നീട് ആമുഖമായി മാറിയത്. 8 പ്രധാന തത്വങ്ങൾ ഇതിലുണ്ടായിരുന്നു. പരമാധികാരം, ജനാധിപത്യം, നീതി, സ്വാതന്ത്ര്യം, സമത്വം തുടങ്ങിയവയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞതാണ് നേരത്തെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്, USA നിന്നാണ് കടം കൊണ്ടത് അല്ലേ. ആമുഖം എന്ന ആശയം തന്നെ അമേരിക്കൻ ഭരണഘടന 1787 അല്ലേ, 1787 നിന്ന് കടം കൊണ്ടതാണ്. അമേരിക്കൻ ആമുഖവും വി ദ പീപ്പിൾ എന്നാണ് തുടങ്ങുന്നത് കേട്ടോ. അമേരിക്കയുടെ ആമുഖവും വി ദ പീപ്പിൾ എന്നാണ് തുടങ്ങുന്നത്. ഇത് ജനങ്ങളുടെ പരമാധികാരം വ്യക്തമാക്കുന്നു. ഈ വി ദ പീപ്പിൾ, അതായത് നമ്മുടെ രാജ്യത്തെ ഈ പരമാധികാരത്തിൻ്റെ ഉറവിടമാരാണ്? ജനങ്ങളാണ്. അതിനെ സൂചിപ്പിക്കുന്നതാണ് വി ദ പീപ്പിൾ. ലോകത്തെ ആദ്യ ലിഖിത ഭരണഘടനയാണ് അമേരിക്കയുടെ കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന അമേരിക്കയുടേതാണ്. ഇത് അംഗീകരിച്ചതെന്നാണ്? അത് 1949 നവംബർ 26 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചു. ഇതോടെ നമ്മുടെ ആമുഖവും അംഗീകരിക്കപ്പെട്ടു. ഈ ദിവസം ഇന്ത്യയിൽ ഭരണഘടനാ ദിനം അഥവാ നിയമദിനമായി ആചരിക്കുന്നു. നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? കരട് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ അംബേദ്കർ ആയിരുന്നു കേട്ടോ. ഇനി എന്നാണ് ഭരണഘടന പ്രാബല്യത്തിൽ വന്നത്? ഈ ആമുഖം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26 1950 ജനുവരി 26 വന്നത്. 1950 ജനുവരി 26 ഭരണഘടന പൂർണ്ണമായി പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി. ശ്രദ്ധിക്കണം, ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി. 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ്യം പ്രഖ്യാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ തീയതി തിരഞ്ഞെടുത്തത്. അതായത് ജനുവരി 26 തിരഞ്ഞെടുക്കാൻ കാരണമാണ്. ഇനി PSCയുടെ കുറച്ച് ഗോൾഡൻ പോയിന്റ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞു തന്നെയാണ്, ഒന്നുകൂടി പറയാം. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ആദ്യ സമ്മേളനം 9 ഡിസംബർ 1946. താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കരട് കമ്മിറ്റി അധ്യക്ഷൻ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. ആമുഖം എഴുതിയതാരാണ്? ആമുഖം എഴുതിയത്, അതായത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എഴുതിയതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖം തയ്യാറാക്കിയത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. പിന്നെ ഒരു കാര്യം തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു, നമ്മുടെ ആമുഖം എന്ന ആശയം കൊണ്ടുവന്ന ആരാ അറിയോ? BN റാവു ആണ് കേട്ടോ. ഭരണഘടനയ്ക്ക് ആമുഖം വേണമെന്ന് ആദ്യമേ പറഞ്ഞ ആൾ BN റാവു ആണ് കേട്ടോ. BN റാവു ആണ്. ആമുഖം എഴുതിയതാണ് ജവഹർലാൽ നെഹ്റു. ഇനി നമ്മൾ ആമുഖത്തിൻ്റെ ഓരോ പദത്തിൻ്റെയും വിശദീകരണം നമ്മൾ പറഞ്ഞല്ലേ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു എ
സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലേ. 5 വാക്കുകൾ അടുത്ത് വരുന്നുണ്ട്. ഈ 5 വാക്കും നമ്മൾ പറയാൻ പോവുകയാണ്. ആദ്യം സൊവറിൻ പരമാധികാരം അല്ലേ, പരമാധികാരം. നമുക്കറിയാം പരമാധികാരം എന്നാൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണെന്നും ആഭ്യന്തരവും ബാഹ്യവും കാര്യങ്ങളിൽ പൂർണ്ണ അധികാരം ജനങ്ങൾക്കാണെന്നുമാണ് അർത്ഥം. ഒരു ബാഹ്യശക്തിയുടെ നിയന്ത്രണത്തിന് വിധേയമല്ല അല്ലേ. നമുക്ക് നമ്മുടെ ആഭ്യന്തര കാര്യം വൈദേശിക കാര്യങ്ങളിലും സ്വയം തീരുമാനം എടുക്കാനുള്ള അധികാരം നമ്മുടെ രാജ്യത്തിൻ്റെ കയ്യിൽ നിക്ഷിപ്തമാണ്. അത് മറ്റൊരു ആൾക്കും തീരുമാനിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ രാജ്യത്തിന് സ്വതന്ത്രമായ തീരുമാനം എടുക്കുക അല്ലേ. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ആധിപത്യം അവസാനിച്ചതോടെ ഇന്ത്യ പരമാധികാര രാഷ്ട്രമായി. എന്നാൽ ഈ പരമാധികാരം എന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അന്താരാഷ്ട്ര നിയമങ്ങളും ഉടമ്പടികളും അനുസരിക്കില്ല എന്ന അർത്ഥമൊന്നുമില്ല കേട്ടോ. അത് അങ്ങനെ ഒരു അർത്ഥമില്ല. നമ്മൾ സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടി നമ്മൾ അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും നമ്മുടെ രാജ്യത്തിന് ഉതകുന്നതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അംഗീകരിക്കും കേട്ടോ. അങ്ങനെ ഒരു അർത്ഥമില്ല. നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആഭ്യന്തരമായും വിദേശപരമായിട്ടുള്ള എന്ത് കാര്യത്തിനും നമ്മുടെ രാജ്യത്തെ സംബന്ധിക്കുന്ന കാര്യത്തിന് തീരുമാനം എടുക്കാനുള്ള സ്വതന്ത്ര അധികാരം നമ്മുടെ രാജ്യത്തിലാണ്. അതാണ് പരമാധികാരം, സോവറിൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ വാക്ക് സോഷ്യലിസ്റ്റ് ആണ്. ഈ സോഷ്യലിസ്റ്റ് ആദ്യം നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 1950 ജനുവരി 26 നിലവിൽ വന്നപ്പോൾ ആമുഖത്തിൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അതായത് ജവഹർലാൽ നെഹ്റു ആമുഖം എഴുതി തയ്യാറാക്കി നമ്മുടെ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആമുഖത്തിൽ ഈ സോഷ്യലിസ്റ്റ് എന്നുള്ള പദം ഉണ്ടായിരുന്നില്ല. അത് വന്നത് എപ്പോഴെന്നറിയോ? 1976 42-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പദമാണ് സോഷ്യലിസ്റ്റ്. അതായത് ഈ സോഷ്യലിസ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ജീവിത നിലവാരം ഉയർത്തുക, ചെയ്യുന്ന ജോലിക്ക് തുല്യമായ വേതനം ലഭിക്കുക, പല കാര്യങ്ങളിലും. അതായത് അതൊരു ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്. അതൊരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ല കേട്ടോ. ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്, മിക്സ്ഡ് എക്കോണമിയാണ്. അതായത് പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുമിച്ച്, ഉൽപാദനോപാധികളുടെ മേൽ സർക്കാരിൻ്റെ നിയന്ത്രണം, സമ്പത്തിൻ്റെ കേന്ദ്രീകരണം തടയുക, സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അസമത്വം ഇല്ലാതാക്കുക, സമത്വം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സോഷ്യലിസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സുപ്രീം കോടതി ഇതിനെ വ്യാഖ്യാനിച്ച് എന്താ പറയുക? സോഷ്യലിസ്റ്റ് എന്നുള്ള പദത്തെ ദാരിദ്ര്യം ഇല്ലാതാക്കൽ. വളരെ നല്ല പദമാണല്ലേ, ദാരിദ്ര്യം ഇല്ലാതാക്കൽ. അത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്ക് ഇല്ലായിരുന്നു. 1976 42-ാം ഭേദഗതിയിലൂടെയാണ് ഈ സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്ക് വന്നത്. 1976 42-ാം ഭേദഗതി. ഈ 42-ാം ഭേദഗതിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലേ. 42-ാം ഭേദഗതിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ചെറുഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നുണ്ട്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ 1976 42-ാം ഭേദഗതി നിലവിൽ വന്നതെന്നറിയോ? അത് 1977 ജനുവരി 3 1976 42-ാം ഭേദഗതി. അത് നിലവിൽ വന്നത് 1977 ജനുവരി 3 ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ഏക വനിതാ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയാണ്. പ്രസിഡന്റ് ആരാണ്? ആ സമയത്തെ രാഷ്ട്രപതി ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. നമ്മുടെ ആമുഖമില്ലേ, നമ്മൾ കാണിച്ചു നേരത്തെ ആമുഖം അല്ലേ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഈ ആമുഖം വളരെ മനോഹരമായി അലങ്കരിച്ചത് ആരാന്നറിയോ? അത് അലങ്കരിച്ചത് റാം സിൻഹയാണ്. അപ്പോൾ നമ്മൾ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞതാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. നമ്മൾ അടുത്ത പദത്തിലേക്ക് നമ്മൾ പോവാം. മതനിരപേക്ഷ, സെക്കുലർ അല്ല. ഇതും 42-ാം ഭേദഗതിയിലൂടെ വന്നതാണ്. 1976 42-ാം ഭേദഗതിയിലൂടെ വന്നതാണ്. ഇന്ത്യൻ മതനിരപേക്ഷത എന്നാൽ മതവിരുദ്ധതയല്ല, മറിച്ച് സർവ്വമത സമ്മേളനമാണ്. അതായത് ഭരണകൂടത്തിന് നമ്മൾ ഒരു ഔദ്യോഗിക മതമില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമുണ്ടോ? ഇല്ല. എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്നു. അതായത് എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്നു, സംരക്ഷിക്കുന്നു. ഭരണഘടനയുടെ 25 മുതൽ 28 വരെയുള്ള അനുച്ഛേദങ്ങൾ മതസ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നു. അടുത്ത നമ്മുടെ വേർഡാണ് ജനാധിപത്യം, ഡെമോക്രാറ്റിക് അല്ലേ. നമ്മൾ 3 പദം പഠിച്ചു: സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ. 4ാമത്തെ വാക്കാണ് ഡെമോക്രാറ്റിക് അല്ലേ. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണം അല്ലേ. ഇന്ത്യയിൽ പരോക്ഷ ജനാധിപത്യം ഉണ്ട്. അതുപോലെ തന്നെ പ്രത്യക്ഷമായ ജനാധിപത്യത്തിലൂടെ നമ്മൾ ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ എലക്ട് ചെയ്യുന്നുമുണ്ട്. ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു അല്ലേ. ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ് നമ്മുടെ രാഷ്ട്രതലവനെ, നമ്മുടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ ഉപയോഗിക്കുന്നത്.
അതുപോലെ തന്നെ മുതിർന്നവർക്കുള്ള സാർവത്രിക വോട്ടവകാശം, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പുകൾ, നിയമവാഴ്ച, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നിവ ഇതിൻ്റെ സവിശേഷതകളാണ്. രാഷ്ട്രീയ ജനാധിപത്യം മാത്രമല്ല, സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യവും ആമുഖം വിഭാവനം ചെയ്യുന്നു. പ്രധാനപ്പെട്ടതാണ്. ജനാധിപത്യം എന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയം മാത്രമല്ല, സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യവും ആമുഖം വിഭാവനം ചെയ്യുന്നു. റിപ്പബ്ലിക് രാഷ്ട്രതലവൻ അല്ലേ. നമ്മുടെ റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ രാഷ്ട്രതലവൻ പാരമ്പര്യമായി അധികാരത്തിൽ വരുന്ന രാജാവല്ല, മറിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ് എന്നാണ് റിപ്പബ്ലിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക്കാണ്. കാരണം നമ്മുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്. ഒരു ഇൻഡയറക്റ്റ് ഡെമോക്രസി വഴി, ഒരു ഇലക്ട്രൽ കോളേജ് വഴി രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട MP മാരും സംസ്ഥാന നിയമസഭകളിലെ MLA മാരും ചേർന്ന് അടങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പ് സമിതി, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രൽ കോളേജ്. ആ ഇലക്ട്രൽ കോളേജ് വഴിയാണ് നമ്മുടെ രാഷ്ട്രപതി നിയമിതനാവുന്നത്. അതൊരു ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്, ഒരു ജനാധിപത്യമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന ഒന്നാണ്. അതൊരിക്കലും ഒരു പാരമ്പര്യമായി ലഭിക്കുന്ന ഒന്നല്ല കേട്ടോ. ബ്രിട്ടനിൽ രാജവാഴ്ചയാണ്, എന്നാൽ ഇന്ത്യ റിപ്പബ്ലിക്കാണ്. ഇന്ത്യയിൽ രാജവാഴ്ചയല്ല. അതാണ്. അടുത്തൊരു പദമാണ് നീതി, ജസ്റ്റിസ് എന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആശയമാണ് കേട്ടോ. നീതി ഇമ്പോർട്ടൻ്റ് ആണ്. റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആശയമാണ്. 3 തരത്തിലുള്ള നീതി ആമുഖം ഉറപ്പ് നൽകുന്നു. സാമൂഹിക നീതി, സോഷ്യൽ ജസ്റ്റിസ്, മറ്റൊന്ന് എക്കോണമിക് ജസ്റ്റിസ്, അടുത്തൊന്ന് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഈ സാമൂഹിക നീതി എന്ന് പറയുമ്പോൾ ജാതി, മത, ലിംഗ വിവേചനമില്ലായ്മ. സാമ്പത്തിക നീതി എന്ന് പറയുമ്പോൾ സമ്പത്തിൻ്റെ തുല്യ വിതരണം. രാഷ്ട്രീയ നീതി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തുല്യ രാഷ്ട്രീയ അവകാശങ്ങൾ. ഈ നീതി ഉറപ്പാക്കാൻ മൗലികാവകാശങ്ങൾ, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും നിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ DPSPയും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഈ നീതി ലഭിക്കാൻ വേണ്ടി കേട്ടോ. അടുത്തൊരു പദമാണ് സ്വാതന്ത്ര്യം, ലിബർട്ടി. ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നെടുത്ത ആശയമാണ്. വ്യക്തിയുടെ സമഗ്ര വികസനത്തിന് ആവശ്യമായ സ്വാതന്ത്ര്യങ്ങൾ, ചിന്ത, ആവിഷ്കാരം, വിശ്വാസം, മതം, ആരാധന എന്നിവയുടെ സ്വാതന്ത്ര്യം. ഇത് അനിയന്ത്രിതമല്ല, അബ്സൊല്യൂട്ട് ഒന്നല്ല. അതായത് നിയന്ത്രണമൊക്കെ ഉണ്ട്, അബ്സൊല്യൂട്ട് ഒന്നല്ല. എന്നാൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അനുവദനീയമാണ്, ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. അതായത് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അനുച്ഛേദം 19 മുതൽ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണല്ലേ സ്വാതന്ത്ര്യാവകാശങ്ങൾ, റൈറ്റ് ടു ഫ്രീഡം. സ്വാതന്ത്ര്യം അച്ചടക്കത്തോടെ ഉപയോഗിക്കണമെന്നതാണ് ഭരണഘടനയുടെ കാഴ്ചപ്പാട്. ഓക്കെ. അടുത്തൊരു വേർഡാണ് സമത്വം, ഇക്വാലിറ്റി. ഫ്രഞ്ച് വിപ്ലവത്തിൽ തന്നെ വന്ന വാക്കാണ്. എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് അല്ലേ. പദവിയിലും അവസരത്തിനും സമത്വം, ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ജാതി, മത, വംശം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ പേരിൽ വിവേചനം പാടില്ല. അനുച്ഛേദം 14 ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ അല്ലെ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ആർട്ടിക്കിൾ 15 ഉണ്ട് വിവേചന നിരോധനം അല്ലേ. എനി തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇത് പാടില്ല. ഒരു തരത്തിലുള്ള വിവേചനം, കാസ്റ്റ്, സെക്സ്, റിലീജിയൻ തുടങ്ങിയതിലൊന്നും പാടില്ല. 16 പൊതു തൊഴിലിൽ തുല്യ അവസരം അല്ലേ. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ നിരോധനം, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ആർട്ടിക്കിൾ 18 സ്ഥാനപ്പേരുകൾ നിരോധനം, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഇതെല്ലാം ഈ സമത്വം, ഇക്വാലിറ്റി ഉറപ്പാക്കാൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങളാണ്. അടുത്തത് സാഹോദര്യമാണ്. സാഹോദര്യം എന്നാൽ എല്ലാ ഇന്ത്യക്കാരും സഹോദരങ്ങളെപ്പോലെ, ഒരു കുടുംബാംഗങ്ങളെപ്പോലെ ജീവിക്കണമെന്നാണ്. വ്യക്തിയുടെ അന്തസ്സ്, രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നീ 2 കാര്യങ്ങൾ ഇതിലൂടെ ഉറപ്പാക്കുന്നു. ഐക്യവും അഖണ്ഡതയും ഓർക്കണം. ഈ അഖണ്ഡത, അതായത് ഇൻറ്റഗ്രിറ്റി എന്ന പദം 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്താണ് കേട്ടോ. 42ാം ഭേദഗതിയിലൂടെ 3 പദങ്ങളാണ് പ്രധാനമായിട്ട് കൂട്ടിച്ചേർത്തത്. ഒന്ന് സോഷ്യലിസ്റ്റ്, മറ്റൊന്ന് സെക്യുലർ. അത് രണ്ടും നമ്മൾ പറഞ്ഞു. 3ാമത്തെ പദമാണ് ഇൻറ്റഗ്രിറ്റി, അഖണ്ഡത. ആദ്യം ഐക്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, യൂണിറ്റി മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു. പിന്നെ യുണൈറ്റിയോടൊപ്പം ഇൻറ്റഗ്രിറ്റിയും കൂടി ചേർത്തു, അഖണ്ഡത കൂടി ചേർത്തു. അപ്പോൾ 3 വേർഡ്സാണ് മൊത്തത്തിൽ ചേർത്തത്. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ 42ാം ഭേദഗതി ശുപാർശ ചെയ്ത കമ്മിറ്റി എന്താ പറയുക? സരൺ സിംഗ് കമ്മിറ്റിയാണ് കേട്ടോ. സരൺ സിംഗ് കമ്മിറ്റിയാണ് 42ാം ഭേദഗതി ശുപാർശ ചെയ്തത്. ഇങ്ങനൊരു മാറ്റം വേണമെന്ന് പറഞ്ഞത് സരൺ സിംഗ് കമ്മിറ്റിയാണ്. അത് പറയേണ്ടതായിരുന്നു, വിട്ടുപോയി. ഓക്കെ. അടുത്തത് എന്താണ്? ജാതീയത, പ്രാദേശികത, വർഗീയത എന്നിവ സഹോദര്യത്തിന് എതിരാണ്. മൗലിക കർത്തവ്യങ്ങളിലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ടല്ലേ, ആർട്ടിക്കിൾ 51A, സാഹോദര്യം വളർത്തൽ ഇതുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ.
അടുത്തത് നമ്മൾ പറഞ്ഞതാണ് 1972 42-ാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന പറയുന്ന കാര്യമാണ്. ആമുഖത്തിൽ 3 പുതിയ വാക്കുകൾ കൂട്ടിച്ചേർത്ത ചരിത്രം. അത് നമ്മൾ ഏകദേശം പറഞ്ഞതാണ്, ഒന്നും കൂടി പറയാം. ഈ സോഷ്യലിസ്റ്റ്, ഇന്ത്യൻ സോഷ്യലിസം എന്നാൽ ജനാധിപത്യ സോഷ്യലിസമാണ്. സാമ്പത്തിക അസമത്വം ഇല്ലാതാക്കുക, ഇന്ദിരാഗാന്ധിയുടെ ദാരിദ്ര്യം ഇല്ലാതാക്കൽ, ഗരീബി ഹട്ടാവോ അല്ലേ, എനിക്ക് തോന്നുന്നു 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണെന്ന് തോന്നുന്നു അല്ലേ. മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇതിനെ വ്യാഖ്യാനിച്ചത് സമ്പത്തിൻ്റെ കേന്ദ്രീകരണം തടയുക എന്നാണ്. സുപ്രീം കോടതി ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, സമ്പത്തിൻ്റെ കേന്ദ്രീകരണം തടയുകയാണ്. അടുത്ത വേർഡ് സെക്യുലർ ആണ്. ഭരണകൂടത്തിന് മതമില്ല, എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്നു. 25-28 അനുച്ഛേദങ്ങൾ മതസ്വാതന്ത്ര്യം നൽകുന്നു. ആർട്ടിക്കിൾ 25 മുതൽ ആർട്ടിക്കിൾ 28 വരെ മതസ്വാതന്ത്ര്യം നൽകുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പാശ്ചാത്യ മതനിരപേക്ഷതയിൽ ഭരണകൂടം മതത്തിൽ നിന്ന് പൂർണ്ണമായി അകലും. ഇന്ത്യൻ മതനിരപേക്ഷതയിൽ ഭരണകൂടത്തിൻ്റെ മതപരിഷ്കരണത്തിന് ഇടപെടാം. അതായത് ഇന്ത്യൻ മതനിരപേക്ഷത, അതായത് സെക്യുലറിസം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ഭരണകൂടത്തിന് ഇടപെടാം. ഉദാഹരണം തൊട്ടുകൂടായ്മ നിരോധനം, പല ജാതിയിലും മതത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, അതൊക്കെ നിരോധിച്ചു അല്ലേ. അതായത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ട് ഭരണകൂടത്തിന് നമ്മുടെ രാജ്യത്ത് ഇടപെടാം. അതാണ്. അടുത്തൊരു പദമാണ് അഖണ്ഡത, ഇൻറ്റഗ്രിറ്റി അല്ലേ. നമ്മൾ പറഞ്ഞു നേരത്തെ യൂണിറ്റി ഓഫ് ദ നേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 42-ാം ഭേദഗതിയിൽ ഇൻറ്റഗ്രിറ്റി കൂട്ടിച്ചേർത്തു. അതായത് രാജ്യത്തിൻ്റെ അഖണ്ഡത എന്നുള്ളത് ഭൂപ്രദേശത്തിൻ്റെ അവിഭാജ്യത, ഖാലിസ്ഥാൻ കാശ്മീർ പ്രശ്നങ്ങൾ, വിഘടനവാദം തടയാൻ, ഇതൊക്കെയാണ്. അഖണ്ഡത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂപ്രദേശത്തിൻ്റെ അവിഭാജ്യത, ഖാലിസ്ഥാൻ കാശ്മീർ പ്രശ്നങ്ങൾ, വിഘടനവാദം തടയാനൊക്കെയാണ്. ഇപ്പോൾ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്നുള്ളതാണ്. ഒരു PSC ട്രാപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 42-ാം ഭേദഗതിയിൽ 3 വാക്കുകൾ മാത്രമേ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളൂ. അതാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി. പലരും സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന് തെറ്റിദ്ധരിക്കും. അല്ല, സോവറിൻ ആദ്യമേ ഉണ്ട്, ഇൻറ്റഗ്രിറ്റിയാണ് കേട്ടോ മറ്റേ പദം. സോവറിൻ തുടക്കം മുതലുണ്ട്. ശരിയായ ഉത്തരം സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റിയാണ്. ഇനി നമ്മൾ ഈ ആമുഖവുമായി ബന്ധപ്പെട്ട് കുറച്ച് സുപ്രീം കോടതി വിധികളെ നോക്കുകയാണ്. സുപ്രീം കോടതി കുറച്ച് വിധികൾ വിധിച്ചിട്ടുണ്ട് ആമുഖവുമായി ബന്ധപ്പെട്ട്. ആദ്യത്തെ കേസ് ബെറുബറി കേസാണ്. 1960 ബെറുബറി കേസാണ്. അന്ന് സുപ്രീം കോടതി പറഞ്ഞു, ആമുഖം, പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമല്ല, പ്രിയാമ്പിൾ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആമുഖം ഭേദഗതി ചെയ്യാൻ കഴിയില്ല. ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ ആമുഖത്തെ ഉപയോഗിക്കാം, പക്ഷെ അത് ഭരണഘടനയുടെ ഭാഗമല്ല. അതായത് ബെറുബറി കേസിൽ സുപ്രീം കോടതി പറഞ്ഞത്, ഈ ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല, ആമുഖം ഭേദഗതി ചെയ്യാൻ കഴിയില്ല. ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ വേണമെങ്കിൽ ആമുഖത്തെ ഉപയോഗിക്കാം, പക്ഷേ അതൊരു ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് അവർ പറഞ്ഞു. ഈ വിധി പിന്നീട് മാറ്റി കേട്ടോ. പക്ഷേങ്കിൽ ഭരണഘടനയുടെ ഭാഗമല്ല ആമുഖം എന്ന് പറഞ്ഞ കേസാണ് ബെറുബറി കേസ്, 1960 കേസാണ്. രണ്ടാമത്തെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ PSC കേസ്, കേശവാനന്ദ ഭാരതി, 1973. കേശവാനന്ദ ഭാരതി വെസസ് സ്റ്റേറ്റ് ഓഫ് കേരള. ലാർജസ്റ്റ് ബെഞ്ചാണ്, 13 ജഡ്ജസ് കൂടി വിധി പറഞ്ഞൊരു കേസാണ്. ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് ആണ് കേട്ടോ. സുപ്രീം കോടതി പറഞ്ഞു ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്. 13 വർഷങ്ങൾക്ക് മുന്നേ 1960 ബെറുബറി കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല. എന്നാൽ 13 വർഷങ്ങൾക്ക് അപ്പുറം 1973 കേശവാനന്ദ ഭാരതി വെസസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ സുപ്രീം കോടതിയിലെ 13 ജഡ്ജിമാർ അടക്കം പറഞ്ഞു ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്. ആമുഖം ഭേദഗതി ചെയ്യാം, അമെൻഡ് ചെയ്യാം, പക്ഷേ അടിസ്ഥാന ഘടന മാറ്റാൻ കഴിയില്ല. നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്, അത് മാറ്റാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് കേശവാനന്ദ ഭാരതി വിസസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973. നമുക്ക് ഭേദഗതി ചെയ്യാം, പക്ഷെ നമ്മുടെ ആമുഖത്തിനൊരു അടിസ്ഥാന ഘടനയുണ്ട്, അത് മാറ്റാൻ കഴിയില്ല. ആ ബേസിക് സ്ട്രക്ചർ, ചില ആശയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ബേസിക് സ്ട്രക്ചർ നമ്മുടെ ഭരണഘടനയ്ക്ക് ഉണ്ട്, അത് മാറ്റാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതിയുടെ ഒരു ലാൻഡ് മാർക്ക് ജഡ്ജ്മെൻ്റ് ആണ്. എല്ലാ PSC പരീക്ഷകൾക്കും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ബെറുബറി കേസിൻ്റെ വിധി തിരുത്തി. ഇത്രയാണ് പറഞ്ഞത്, ആമുഖം ഭേദഗതി ചെയ്യാം, പക്ഷേ ആമുഖത്തിൽ പറയുന്ന അടിസ്ഥാന തത്വങ്ങൾ നശിപ്പിക്കരുത്. ഇതാണ് പറയുന്നത്. ഈ ബേസിക് സ്ട്രക്ചറിൽ ആമുഖത്തിലെ ആശയങ്ങൾ ഉൾപ്പെടും. ഏതൊക്കെയാണത്? സെക്യുലറിസം, ഡെമോക്രസി, റിപ്പബ്ലിക്, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, എക്സെട്ര. ഇതൊക്കെയാണ് ഈ ബേസിക് സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ബേസിക് സ്ട്രക്ചർ മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ആ ബേസിക് സ്ട്രക്ചറിൽ ഉൾപ്പെടുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് സെക്യുലറിസം, ഡെമോക്രസി, റിപ്പബ്ലിക്, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, എക്സെട്ര. ഇതുപോലുള്ളൊരു 7-8 പദങ്ങളാണ്, ഒരു 8 പദങ്ങളൊക്കെയാണ്. ഇതാണ് ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ആശയം. ഇനി 1995 LIC ഓഫ് ഇന്ത്യ വെസസ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ റിസർച്ച് സെൻറ്റർ, 1995 ഒരു കേസുണ്ട്.
അവിടെയും സുപ്രീം കോടതി പറഞ്ഞു, അതായത് കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞ അതേ വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചു. 1995 LIC ഓഫ് ഇന്ത്യ വേഴ്സസ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ റിസർച്ച് സെൻറ്റർ കേസിൽ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഭാഗമാണ്, ഇൻ്റഗ്രൽ പാർട്ടാണെന്ന് പറഞ്ഞു. ആമുഖം ഭരണഘടനയുടെ അടിസ്ഥാന തത്വശാസ്ത്രം, ബേസിക് ഫിലോസഫി വ്യക്തമാക്കുമെന്ന് പറഞ്ഞു. ഭരണഘടനയുടെ ആത്മാവ് എന്ന നിലയിൽ ആമുഖത്തിന് വലിയ പ്രാധാന്യം. ഈ ഒരു കേസോട് കൂടി ആമുഖത്തെക്കുറിച്ചുള്ള തർക്കം അവസാനിച്ചു. അതായത് ആദ്യം സുപ്രീം കോടതി ബെർബറി കേസിൽ പറഞ്ഞു ഇത് ആമുഖത്തിൻ്റെ ഭരണഘടനയുടെ ഭാഗമല്ല ആമുഖം എന്ന്. കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞു അതേ ഭാഗമാണെന്ന് പറഞ്ഞു. 1995 LICയുടെ കേസിൽ വീണ്ടും സുപ്രീം കോടതി പറഞ്ഞു അവിഭാജ്യ ഘടകമാണ്. അതോടുകൂടി ആമുഖത്തെക്കുറിച്ചുള്ള തർക്കം അവസാനിച്ചു. ഇനി നമ്മൾ ആമുഖത്തിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത്. ആമുഖത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോയിന്റ്സ് ചുരുക്കിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ക്രോഡീകരിച്ച് കുറച്ച് ഒരു 10ഓളം പോയിന്റ്സ് പറയുകയാണ്. ആദ്യത്തേത് ഭരണഘടനയുടെ തത്വശാസ്ത്രം വ്യക്തമാക്കുന്നു. എന്താണ് ഭരണഘടനയുടെ ലക്ഷ്യമെന്ന് ആമുഖം വ്യക്തമാക്കുന്നു. രണ്ടാമത്തേത് എന്താണ് ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സ് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ സഹായിക്കുന്നു. സംശയമുള്ളപ്പോൾ ആമുഖം നോക്കാം. യെസ്, കറക്റ്റാണ്. ജനങ്ങളുടെ പരമാധികാരം വ്യക്തമാക്കുന്നു. പോപ്പുലർ സോവറിനിറ്റി, വി ദ പീപ്പിൾ എന്ന് തുടങ്ങുന്നു അല്ലേ. ഭരണഘടനയുടെ ഉറവിടം ജനങ്ങളാണെന്ന് വ്യക്തമാകുന്നു. യെസ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ആമുഖത്തിലുണ്ട്. കേശവാനന്ദ ഭാരതി കേസ്. യെസ്. മതനിരപേക്ഷത, ജനാധിപത്യം, റിപ്പബ്ലിക് തുടങ്ങിയവ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ്. യെസ്. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി എന്ന ആശയം ഭരണഘടനയുടെ ലക്ഷ്യം വ്യക്തമാക്കുന്നു. ആമുഖം ഭരണഘടനയുടെ ആമുഖം മാത്രമല്ല, ഇന്ത്യൻ ജനതയുടെ പ്രതീക്ഷകളുടെ പ്രഖ്യാപനമാണ്. യെസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഡോക്ടർ അംബേദ്കർ പറഞ്ഞു ആമുഖം ഭരണഘടനയുടെ ഏറ്റവും മൂല്യവത്തായ ഭാഗമാണ്. ഇതൊക്കെയാണ് ഒരു 10 പോയിന്റ്സ്, ഭരണഘടനയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു 10 പോയിന്റ്സ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം തന്നെ നമ്മളൊന്ന് ക്രോഡീകരിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമ്മളൊരു 15 പോയിന്റുകൾ ഒന്നുകൂടി നോക്കുകയാണ്. ഒരു 15ഓളം പോയിന്റുകൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ആമുഖം എന്ന ആശയം അമേരിക്കയിൽ നിന്ന് കടമെടുത്തു അല്ലെ. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് പറഞ്ഞത് 1995 LIC കേസ് അവിഭാജ്യ ഘടകമാണെന്ന് പറഞ്ഞ LIC കേസ് പറഞ്ഞു. കേശവാനന്ദ ഭാരതി കേസ് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് ഇതുവരെ പഠിച്ച പോയിന്റാണ് പറയുന്നത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് എന്നാണ് 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു. അംഗീകരിച്ചത് 1947 ജനുവരി 22. മൂന്നാമത്തെ പോയിന്റ് ആമുഖം ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അവസാനിക്കുന്നത് ഗിവ് ടു അവർസെൽസ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. നാലാമത്തെ പോയിന്റ് എന്താണ് 42ാം ഭേദഗതി 1976 സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി, ഈ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. 42ാം ഭേദഗതി അറിയപ്പെടുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. 5ാമത്തെ പോയിന്റ് സെവറിൻ, പരമാധികാരം, സോഷ്യലിസ്റ്റ് സ്ഥിതിസമത്വം, സോഷ്യലിസ്റ്റ് സെക്യുലർ ഇസിക്കൽ ടു മതനിരപേക്ഷം. ഈ 3 പോയിന്റുകൾ ഓർത്തിരിക്കുക. പരമാധികാരം, സ്ഥിതിസമത്വം അതായത് സോഷ്യലിസം അല്ലെങ്കിൽ മതനിരപേക്ഷം ഈ 3 പോയിന്റ് പ്രധാനമാണ്. ജസ്റ്റിസ്, സോഷ്യൽ എക്കോണമിക് പൊളിറ്റിക്കൽ. റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജസ്റ്റിസ്, നീതി. ലിബർട്ടി, തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ലിബർട്ടി, തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ്. ഈക്വാലിറ്റി, സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഫ്രഞ്ച് വിപ്ലവത്തിൽ തന്നെ. ഫ്രറ്റേണിറ്റി, ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് നേഷൻ. ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന്. ബെർബറി 1960 ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞത്. കേശവാനന്ദ പറഞ്ഞു ഭാഗമാണ്, ഭേദഗതി ചെയ്യാം. ആമുഖം ഭേദഗതി ചെയ്യാം, പക്ഷേ ബേസിക് സ്ട്രക്ചർ നശിപ്പിക്കരുത്. അതും കേശവാനന്ദ ഭാരതി കേസാണ് 1973. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചതെന്നാണ് 1949 നവംബർ 26. പ്രാബല്യത്തിൽ വന്നത് 1950 ജനുവരി 26. ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിച്ചത് KM മുൻഷിയാണ്. അദ്ദേഹം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ആമുഖം നോൺ ജസ്റ്റിസബിൾ ആണ്, നേരിട്ട് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ആമുഖം ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞതാരാണ്? താക്കൂർദാസ് ഭാർഗവയാണ്. തിരിച്ചറിയൽ കാർഡെന്ന് പറഞ്ഞതാരാണ്? പൽക്കിവാലയാണ്. ഇനി നമ്മൾ മുൻകാല PSC ചോദ്യങ്ങൾ ഒരു 10 എണ്ണം കൂടി പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. ഒരു 10 ചോദ്യങ്ങൾ കൂടി മുൻകാലത്ത് PSC ചോദിച്ചിട്ടുള്ള ഒരു 10 ചോദ്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ അടിസ്ഥാനമാക്കിയാണ്? ആരാണ്? ജവഹർലാൽ നെഹ്റു അല്ലേ. 1946 ഡിസംബർ 13 നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് ആമുഖത്തിൻ്റെ അടിസ്ഥാനം. രണ്ടാമത്തെ ചോദ്യം ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 1976 42ാം ഭേദഗതി. അത് നിലവിൽ വന്നതെന്നാണ് 1977 ജനുവരി 3.
ആ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്, നമ്മൾ പറഞ്ഞതാണ് അല്ലേ. മൂന്നാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യാൻ കഴിയുമെന്ന് വിധിച്ച കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസ് 1973 അല്ലേ. 1973. 1960 ബെർബറി കേസ് പറഞ്ഞു പറ്റില്ല എന്ന്. 73 കേസ് പറ്റും എന്ന് പറഞ്ഞു. അടുത്ത നാലാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചതാര്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അങ്ങനെ വായിക്കണം. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചതാര്? ആരാണ്? താക്കൂർദാസ് ഭാർഗവ അല്ലേ. താക്കൂർദാസ് ഭാർഗവ അല്ലേ. കീനോട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബർഗർ. ഓപ്ഷനിലെ മറ്റുള്ളവരെ നമ്മൾ പറയുകയാണ്. KM മുൻഷി പറഞ്ഞു രാഷ്ട്രീയ ജാതകം അല്ലേ, അങ്ങനെ പറഞ്ഞു. NA പൽക്കിവാല എന്താണ് പറഞ്ഞത്? NA പൽക്കിവാല തിരിച്ചറിയൽ കാർഡെന്ന് പറഞ്ഞു. അഞ്ചാമത്തെ ചോദ്യം, ആമുഖം ആരംഭിക്കുന്ന വാക്കുകൾ ഏതാണ്? നമ്മൾ ഒരുപാട് തവണ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ആറാമത്തെ ചോദ്യം, ആമുഖത്തിന് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ട ആശയം എന്താണ്? ചോദ്യം തന്നെ ഉത്തരമുണ്ട്. ഏതാണ്? ആമുഖം എന്ന ആശയം തന്നെ അല്ലേ. ആമുഖം എന്ന ആശയം തന്നെ. ഏഴാമത്തെ ചോദ്യം, ഭരണഘടന അംഗീകരിച്ചതും നടപ്പിലാക്കിയതുമായ തമ്മിലുള്ള തീയതികൾ ഏതാണ്? ശ്രദ്ധിച്ച് പറയണം. 26 നവംബർ 1949 ആൻഡ് 26 ജനുവരി 1950 അല്ലേ. യെസ്. എട്ടാമത്തെ ചോദ്യം, LIC ഓഫ് ഇന്ത്യ വേഴ്സസ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ സെൻറ്റർ 1995 കേസിൽ ആമുഖത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പറഞ്ഞു. ആമുഖം അവിഭാജ്യ ഭാഗമാണെന്ന് പറഞ്ഞു അല്ലേ. ഒമ്പതാമത്തെ ചോദ്യം, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഭരണഘടന നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതി നമ്മൾ പറഞ്ഞു, ഒരുപാട് തവണ പറഞ്ഞു, 1946 ഡിസംബർ 13. പത്താമത്തെ ചോദ്യം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആമുഖത്തിൽ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് എന്നതിലെ ക്രമം PSC ചോദിക്കാറുണ്ട്. ശരിയായ ക്രമം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ഫസ്റ്റ് ആണല്ലേ. തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ്. ചിലപ്പോൾ അത് തലതിരിച്ചൊക്കെ തന്നിട്ട് ചോദിക്കും അതിൻ്റെ ശരിയായ ക്രമം ഏതാണ്? ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ്. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉത്തരം വളരെ ക്ലിയറായി കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ വരണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. പറ്റുമെങ്കിൽ ആമുഖം എല്ലാവരും പഠിച്ചിരിക്കുക മുഴുവനായിട്ട്. ആമുഖം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic എന്ന് തുടങ്ങുന്ന ആമുഖം അവസാനം വരെ give to ourselves this constitution വരെ പഠിച്ചു വെക്കുക. അത് PSC പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ ഒരു പൗരനെന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പഠിച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും താങ്ക് യു.